നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന വിവിധ മേഖലകളിലെ സ്വദേശിവൽക്കരണം സൗദി അറേബ്യ തുടരുകയാണ്. സൗദിയിൽ സ്വദേശിവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. സൂപ്പർ മാർക്കറ്റുകളിലെയും ഭക്ഷണശാലകളിലെയും രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണമാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. സെയിൽസ് ഔട്ട്ലെറ്റുകളിലെ സെക്ഷൻ സൂപ്പർവൈസർ, ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, അക്കൗണ്ടിംഗ്, ഫണ്ട് സൂപ്പർവൈസർ, ഉപഭോക്തൃ സേവനം, ഉപഭോക്തൃ അക്കൗണ്ടന്റ് എന്നിവയിൽ 100%, ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എന്നീ മേഖലകളിൽ 50% സ്വദേശിവൽക്കരണം നടപ്പാക്കാനാണ് സൗദി അറേബ്യയുടെ തീരുമാനം. അതേസമയം സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 300 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണമുള്ള എല്ലാ കാറ്ററിംഗ് സ്റ്റോറുകൾക്കും 500 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണമുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കുമാണ് സ്വദേശിവൽക്കരണം ബാധകമാവുകയെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം റെസ്റ്റോറന്റുകൾ, കഫേകൾ, കാറ്ററിംഗ് സർവീസ്, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കിയിരുന്നു. സ്വദേശി യുവതി യുവാക്കൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ അവസരവും ഊർജവും നൽകുന്നതിനാണ് തീരുമാനമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഫാർമസി, ദന്തചികിത്സ, അക്കൗണ്ടിംഗ്, നിയമം, മാർക്കറ്റിംഗ് എന്നിവയുൾപ്പെടെ നിരവധി ഗുണപരമായ മേഖലകളിൽ 2021 മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം 32 മേഖല സൗദിവത്കരിക്കാൻ തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അതിലിരട്ടി മേഖല പ്രാദേശികവത്കരിക്കുവാൻ സാധിച്ചു. ഇതിലൂടെ സ്വകാര്യ മേഖലയിൽ 4 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു. 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 2022 30 പുതിയ മേഖലകളിൽ കൂടി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ സാധിച്ചുവെന്നും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് സുലൈമാൻ അൽ റാജിഹി വിവരം പങ്കുവച്ചിരുന്നു. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായായിരുന്നു തൊഴിൽ വിപണിയിൽ ഇത്രയേറെ പേർ പ്രവേശിച്ച് റെക്കോർഡ് സംഖ്യയിലെത്തുന്നത്. മുൻവർഷം സൗദി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം ആ വർഷത്തെ ബിരുദധാരികളെക്കാൾ കൂടുതലായിരുന്നു. ഇത്രയധികം സ്ത്രീ പുരുഷന്മാർ തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചത് സ്വകാര്യ മേഖലയുടെ പിന്തുണയോടെയാണെന്നും അൽ റാജിഹി കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും സൗദിയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിലൂടെ പ്രവാസികൾ പ്രതിസന്ധിയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.